നമ്മൾ ഏതൊരു ലോൺ എടുക്കാൻ പോയാലും ആ ലോണിനെ കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരങ്ങൾ നമുക്കറിയാമെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമ്മൾ കയ്യിൽ കരുതണം, അതുപോലെ കൂടുതൽ വായ്പാ തുക ലഭ്യമാകാനും എളുപ്പത്തിൽ ലോൺ ലഭ്യമാകാനും നമുക്കത് കാരണമാകും. ഇന്ത്യയിൽ ഭൂരിഭാഗം പേരും ലോൺ എടുക്കുന്നത് ടൂ വീലർ എടുക്കാൻ വേണ്ടി തന്നെയാണ്. ഈ ടൂ വീലർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു കാര്യമാണ് ഒരു ടൂ വീലർ എന്നുള്ളത്. സ്കൂട്ടർ, ബൈക്ക് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു കാര്യമാണ്. ഏറ്റവും എളുപ്പത്തിൽ ലഭിക്കുന്ന ഒരു വായ്പയുമാണ് ടൂ വീലർ എന്നുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും അധികം ടൂ വീലർ ലോൺ നൽകുന്ന ബാങ്കുകളിൽ ഒന്നാണ് HDFC ബാങ്ക്. HDFC ബാങ്കിന്റെ ടൂ വീലർ ലോണിനെ കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ. ഏതൊരു സാധാരണപ്പെട്ടവർക്കും ഈ HDFC ബാങ്കിന്റെ ടൂ വീലർ ലോൺ ലഭ്യമാകും. ഈ ടൂ വീലർ ലോൺ എങ്ങനെ ലഭ്യമാകും, എങ്ങനെ നമുക്ക് അപേക്ഷിക്കാം, ഇതിന്റെ ഡോക്യുമെന്റ്സ് എന്തൊക്കെ നൽകണം, ഇതിന്റെ പലിശ നിരക്ക്, ഇതിന്റെ തിരിച്ചടവ്, വായ്പാ തുക തുടങ്ങിയ സമ്പൂർണ്ണ വിവരങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ ഇതുപോലുള്ള അനേകം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥേഷ്ടം ലഭ്യമാകണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് മെസ്സേജ് അയച്ചാൽ ഞാനുള്ള മറുപടി നൽകുന്നതാണ്. എൻ്റെ പേര് ക്ലിൻസ് ടച്ച്മണിവേളയിൽ. വെൽക്കം ടു മൈ ചാനൽ. 21നും 65നും ഇടയിൽ പ്രായമുള്ള സാലറിഡ് ആയിട്ടുള്ള വ്യക്തികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും എല്ലാം ഈ ലോൺ എളുപ്പം ലഭ്യമാകും. കാരണം ഇതിന് വലിയൊരു മന്ത്ലി ഇൻകം നമുക്ക് ആവശ്യമില്ല. ഇതുപോലുള്ള ടൂ വീലർ ലോൺ ലഭ്യമാകാൻ കുറഞ്ഞ ഒരു 10,000 രൂപയെങ്കിലും നിങ്ങൾക്ക് പ്രതിമാസ വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലോൺ ലഭ്യമാകും. മറ്റ് ലോണുകളെ പോലെ ഇതിന് നമുക്ക് ഒരു രീതിയിലുള്ള ഈടോ ജാമ്യോ ഒന്നും നൽകേണ്ട ആവശ്യമില്ല. നമ്മൾ വാങ്ങുന്ന വാഹനം തന്നെയാണ് നമ്മൾ ഇതിന് ഈടായിട്ട് നൽകുന്നത്. നമ്മൾ എടുത്ത വായ്പ ഏതെങ്കിലും കാരണവശാൽ നമുക്ക് തിരിച്ചടയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ ബാങ്കുകൾ നമ്മൾ വാങ്ങിയ വാഹനം അറ്റാച്ച് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങളൊരു സാധാരണ പ്രൈവറ്റ് കമ്പനികളിലോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സർവീസിലോ ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് നിസ്സാരമായിട്ട് ഈ ടൂ വീലർ ലോൺ ലഭ്യമാകുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം. സിബിൽ സ്കോർ ഒരു 700 മുകളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലോൺ ലഭ്യമാകും. മറ്റു വായ്പകളെ പോലെ പ്രത്യേകിച്ച് ഒരു സ്ട്രിക്റ്റ് സിബിൽ സ്കോർ ഒന്നും ടൂ വീലറിന് ചെക്ക് ചെയ്യത്തില്ല. 700 മുകളിലൊക്കെ സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലോൺ ലഭ്യമാകുമെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ലോൺ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സിബിൽ സ്കോർ ഇല്ലെന്നേ കാണിക്കത്തുള്ളൂ. കാരണം നിങ്ങൾ ഇതിനു മുമ്പ് ലോൺ എടുക്കാത്തത് കൊണ്ടും അതുപോലെ തന്നെ നിങ്ങൾ ഒരു ലോണിൽ ജാമ്യം നിൽക്കാത്തത് കൊണ്ടും നിങ്ങളുടെ സിബിൽ സ്കോർ ഇല്ലെന്നേ കാണിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവർക്കും ഈ ലോൺ ലഭ്യമാകും. 1 വർഷം മുതൽ 3 വർഷം വരെ നമുക്ക് തിരിച്ചടവ് കാലാവധിയായിട്ട് ലഭിക്കും. ഈ ലോൺ എടുക്കുന്നവർക്ക് 3 വർഷമാണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ EMI കുറയും, എന്നാൽ പലിശ നമ്മൾ കൂടുതൽ അടയ്ക്കേണ്ടി വരും. നിങ്ങൾ 1 വർഷമാണ് തിരിച്ചടവ് കാലാവധി എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ പ്രതിമാസ EMI കൂടുതലായിരിക്കും, എന്നാൽ നിങ്ങൾ അടയ്ക്കേണ്ട പലിശ കുറവായിരിക്കും. ഇതിന്റെ വാർഷിക പലിശ നിരക്ക് 14.5% ആരംഭിക്കുന്നത്. പ്രോസസ്സിംഗ് ഫീസ് എടുത്ത വായ്പയുടെ 2.5%. നമ്മൾ എടുക്കുന്ന വാഹനത്തിന്റെ വിലയ്ക്കനുസൃതമായി നമ്മൾ ഒരു ഡൗൺ പേയ്മെന്റ്, അതായത് ആദ്യമേ നമ്മൾ കുറച്ച് എമൗണ്ട് അടയ്ക്കണം. സാധാരണഗതിയിൽ 1 ലക്ഷത്തിന് താഴെയൊക്കെയുള്ള വാഹനമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു 10,000 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് ആയിട്ട് അടയ്ക്കേണ്ടി വരികയുള്ളൂ. 1 ലക്ഷത്തിന് മുകളിലൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടും, എന്നാലും വലിയൊരു ഡൗൺ പേയ്മെന്റ് നിങ്ങൾ ആദ്യമേ അടയ്ക്കേണ്ടി വരത്തില്ല. ഈ ലോണിന് ആവശ്യമായ ഡോക്യുമെന്റ്സ് നമുക്ക് നോക്കാം. നിങ്ങളുടെ ID പ്രൂഫിനായിട്ട് ആധാർ കാർഡ്, നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, വോട്ടർ ID തുടങ്ങിയ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ നിങ്ങളുടെ ഇൻകം പ്രൂഫിനായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, 3 മാസത്തെ സാലറി ക്രെഡിറ്റ് ആവുന്ന ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് കാണിച്ചാൽ മതി. അതില്ലാത്തവർക്ക് ഇൻകം ടാക്സ് റിട്ടേൺ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോം 60 അഥവാ 3 മാസത്തെ സാലറി സ്ലിപ്പ് തുടങ്ങിയവ നൽകിയാൽ മതി. ഇതിലേതെങ്കിലും ഒന്ന് നൽകിയാൽ നിങ്ങൾക്ക് ഇതിന്റെ ഇൻകം പ്രൂഫായിട്ട് നൽകുവാൻ സാധിക്കും. അഡ്രസ് പ്രൂഫായിട്ട് യൂട്ടിലിറ്റി ബില്ലായിട്ടുള്ള നിങ്ങളുടെ കരമടച്ച രസീതോ അല്ലെങ്കിൽ നിങ്ങളുടെ വാട്ടർ ബില്ല്, KCB ബില്ല്, ടെലിഫോൺ ബില്ല് തുടങ്ങിയ ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് നൽകുവാൻ സാധിക്കും. ഇനി ഈ ലോൺ എങ്ങനെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടതെന്ന് പറയാം. നിങ്ങൾ ഏത് ബ്രാൻഡിലെ ബൈക്ക് അല്ലെങ്കിൽ സ്കൂട്ടറാണ് എടുക്കുന്നത് അതിന്റെ ഷോറൂമിൽ പോവുക, അത് സെലക്ട് ചെയ്യുക വാഹനം. അതിനുശേഷം നിങ്ങൾ അവരോട് പറയാം HDFC ബാങ്കിന്റെ ഫിനാൻസ് മതി എന്ന് പറയും. അപ്പോൾ ഷോറൂമുകാർ HDFC ബാങ്കിന്റെ എക്സിക്യൂട്ടീവ്സിനെ നിങ്ങളെ കോൺടാക്ട് ചെയ്യിക്കും. അവരാവശ്യപ്പെടുന്ന ഡോക്യുമെന്റ്സ് എല്ലാം നൽകി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് വണ്ടി ഇറക്കുവാൻ സാധിക്കും. വളരെ സിമ്പിൾ ഒരു പ്രോസസ്സാണ് ടൂ വീലർ ലോൺ എന്ന് പറയുന്നത്. അപ്പോൾ എടുക്കുന്ന വായ്പകൾ എല്ലാവരും കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് മെസ്സേജ് അയച്ചാൽ ഞാൻ മറുപടി നൽകുന്നതാണ്. ഈ വായ്പ എടുത്തവർ അവരുടെ അനുഭവങ്ങളും പങ്കുവെക്കുക. എങ്കിൽ പിന്നെ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.